എക്സാം വൈനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ മകനെ എക്സാം വൈയിൽ ജോയിൻ ചെയ്യിപ്പിച്ചതിൽ 8th ഗ്രേഡ് തൊട്ട് അവൻ എക്സാം വൈൻ്റെ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ 9th ഗ്രേഡിൽ പഠിക്കുന്നു. അപ്പോൾ എക്സാം വൈൻ്റെ ഓരോ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെടുക്കുന്ന എഫേർട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 100% ഹാപ്പിയാണ്. അവരെ ടീച്ചേഴ്സ് ആവട്ടെ, ഈ മെൻറ്റേഴ്സ് ആവട്ടെ, നമ്മളെ കുട്ടികൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ലാഗ് വരുന്നുണ്ടെങ്കിൽ അവർ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നു. കുട്ടികൾ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അക്കാദമിക്സിൽ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ വിളിച്ച് 1-to-1 സെഷൻ അറേഞ്ച് ചെയ്യുന്നു, മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. അവരെ ഓരോ മെൻറ്റേഴ്സ് ആയാലും ഓരോ ടീച്ചേഴ്സ് ആയാലും എടുക്കുന്ന എഫേർട്ട് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇതേ ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് എക്സാം വൈ റീച്ച് ടു അനദർ ലെവൽ, സെയിം ലൈക്ക് ബൈജൂസ് ഓർ സം അതർ കോർപ്പറേറ്റ് ബിഗ് ഫേംസ്. എൻ്റെ 8th അവന് നല്ലൊരു ബേസ് എനിക്ക് സാൻഡിയിലൂടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അവിടുത്തെ സാൻഡിയിലെ ക്ലാസ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇപ്പോൾ അവന് എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് നല്ല കോൺഫിഡൻസാണ്. ആദ്യം ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എക്സാമിൻ്റെ തലേന്ന് ഒരു 12 മണി ആയാലും ഒന്നും ഉറങ്ങാത്ത ആളാണ്. മാത്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ആ ടെൻഷനില്ല. മാത്സൊക്കെ അവന് അവിടെ സാൻഡി വരെ ഈസി മെത്തേഡിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവനത് നല്ലൊരു കോൺഫിഡൻസ് ആയിട്ട് എല്ലാ എക്സാംസും എഴുതാൻ. ആത്തിം ഹംസ എക്സാം വൈലാണെങ്കിൽ ആദ്യത്തെ ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ JEE ക്രാക്ക് ചെയ്തുകൊണ്ട് IIT അഡ്മിഷൻ നേടി. നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, അമൻ റിഷാൽ. എക്സാം വൈ ലേണിങ്ങിൻ്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ ബാച്ചിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻ്റാണ്. STEM ജീനിയസിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ സ്കൂളിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു NTSC സ്കോർ എന്നുള്ളതിൽ ഇപ്പോൾ ഒരു സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ബട്ട് ഫിസിക്സ് എനിക്ക് ഒരിക്കലും അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അന്ന് കണ്ടത്. ബട്ട് ആഫ്റ്റർ ഐ ജോയിൻ എക്സാം വൈ, ആഫ്റ്റർ ദ റെക്കമെൻഡേഷൻ ഓഫ് എ ഡിയർ ഫാമിലി മെമ്പർ, ഞാൻ എക്സാം വൈ ജോയിൻ ചെയ്തു. പിന്നീട് ഞാൻ വിചാരിച്ചു, എനിക്ക് ഫിസിക്സ് ഫുൾ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. സത്യമായിരുന്നു. എസ്പെഷ്യലി ഷഫീർ സാറിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഞാൻ ഫിസിക്സ് കംപ്ലീറ്റ്ലി, ആൻഡ് ഐ മീൻ ഇറ്റ് കംപ്ലീറ്റ്ലി, ബിറ്റ് ബൈ ബിറ്റ് ഞാൻ പഠിച്ചു. പണ്ട് എനിക്കൊരു ഒബ്സ്റ്റക്കിൾ ആയ സബ്ജക്റ്റ് ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് VVC ആയി മാറി. സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ 10-15 സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അതിലേറെ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. ഓരോ സ്റ്റുഡൻറ്റിനെ കാണാതെ കുട്ടികൾ ക്ലാസ്സിൽ ഇല്ല എന്ന് ഓർത്ത് ആ മെന്റർ എന്നുള്ള പദം ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു പാരന്റിന് സ്റ്റുഡന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ഒരു മെന്റർ കൂടി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അവരാണ് ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെല്ലാം ഇത് ഓർമ്മിപ്പിക്കുന്നത്. സ്റ്റേറ്റ് സെൻട്രൽ സിലബസ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ഫോക്കസ്ഡ് ലേണിംഗ്, അവരുടെ കരിയർ വളർത്തുന്നതിനാവശ്യമായ രീതിയിൽ അവരുടെ ഹയർ സ്റ്റഡീസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫോക്കസ്ഡ് ലേണിംഗ് അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികളിൽ. അങ്ങനെയേ നമ്മുടെ നാട്ടിലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്കൂൾ പ്രത്യേകിച്ചും ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടി ശ്രമിച്ചതും. അങ്ങനെയാണ് എക്സാം വൈ എന്നുള്ള ടീമിനെ നമ്മൾ കണ്ടുമുട്ടുന്നതും. അവരുമായിട്ട് സംസാരിച്ചു. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഈ രീതിയിൽ കരിയർ പടുത്തുയർത്തിയ ഒരു ടീം നയിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിൽ അവരുടെ ഫൗണ്ടേഷൻ കോഴ്സ് തന്നെ നമ്മുടെ സ്കൂളിൽ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിച്ച് അന്വേഷിച്ചിട്ട് ഇവനെന്തെങ്കിലും ഡൗട്ട്സ് അവർക്ക് തീർക്കാൻ കഴിയാത്തതാണെങ്കിൽ സാർമാരോടായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ട് ഇവൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റിയ ക്വാളിഫൈഡ് ആയ ഫാക്കൽറ്റീസാണുള്ളതെന്ന് എനിക്ക് തോന്നി.